എത്തുന്നു. തുടർന്നുള്ള ദൃക്സാക്ഷി വിവരണം നൽകുന്നതിന് വേണ്ടി ബിനോയ് തോട്ടക്കാടിന് ബൈക്ക് കൈമാറുകയാണ്. നന്ദി. ഒന്നാം ട്രാക്കിൽ കുറുപ്പുറമ്പൻ ആരാണ് ഉടമസ്ഥൻ? ഈ മുട്ടാറിൽ ഈ ജലോത്സവം നടക്കുന്ന ഈ വേദിയിലെ പ്രധാന ആള് തന്നെ ശ്രീ കെ പി കുഞ്ഞുമാൻ ഉടമസ്ഥരുടെ വള്ളം 2014 വരെ എ ഗ്രേഡ് ചുരുളം വള്ളമായിരുന്നു. 84 വർഷം മുമ്പ് ചങ്ങനാശ്ശേരി കമലാസൻ നിർമ്മിച്ച ബി ഗ്രേഡ് ചുരുളൻ വള്ളം 2015 മുതൽ ബി ഗ്രേഡിന്റെ ഇരുട്ടുകുത്തി വിഭാഗത്തിലേക്ക് മാറി. 2015 മൂലം ജലോത്സവം മുതൽ ഓടി വിഭാഗത്തിൽ പങ്കെടുക്കുന്നു. അവർ ഒന്നാം ട്രാക്കിലൂടെ അല്പം മുമ്പിലാണോ ഇല്ല പിടിവിടുന്നില്ല. ദാനിയേൽ പിടിവിടുന്നില്ല. 2007 വരെ കൊച്ചയ്യപ്പനായിരുന്ന ചീയക്കുരുള നീലമേരൂരിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളം താഴത്തങ്ങാടിയിൽ 2000, 2001, 2004, 2005 വിജയിച്ചവൻ അവൻ വരികയാണ്. നോക്കുക, അര വെള്ളപ്പാടിലെങ്കിലും ദാനിയേൽപ്പുറയിലാണ്. കുറുപ്പുറമ്പന് ചരിത്രമുള്ളവരാണ്. അവരിതാ കടന്നു വരികയാണ് സുന്ദരമായി. കുറുപ്പുറമ്പൻ ആരുടെ കരുത്തിലാണ് കടന്നു വരുന്നത്? രഞ്ജുമോൻ വർഗീസ് പുതുക്കരുടെ ക്യാപ്റ്റൻസിയിൽ KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബ് കഴിഞ്ഞ ദിവസം മാന്നാർ വിജയിച്ചവരാണ്. KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബ് മേൽപ്പാടം ക്യാപ്റ്റൻ വിപിൻ മാധവൻ ഓവർ ടു ചമ്പക്കുളം ജോളി എതിരേറ്റ്. വിനോദ് തോട്ടക്കാട് കുറുപ്പുറമ്പനും ദാനിയേലും തമ്മിലുള്ള ആവേശകരമായ രണ്ടാം പാദ മത്സരം. ഒന്നാം ട്രാക്കിലൂടെ വരുന്ന 18 നമ്പർ വള്ളം അത് കുറുപ്പുറമ്പൻ രഞ്ജുമോൻ വർഗീസ് പുതുക്കരയുടെ നേതൃത്വത്തിൽ മത്തായി കെ ആന്റണിയുടെ ലീഡിംഗ് ക്യാപ്റ്റൻസിയിൽ KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബ് ഒന്നിലൂടെ കടന്നു വരുമ്പോൾ രണ്ടിലൂടെ ദാനിയേൽ കടന്നു വരികയാണ്. വിപിൻ മാധവന്റെ നേതൃത്വത്തില് മേൽപ്പാടം ബോർഡ് ക്ലബിന്റെ 10 നമ്പർ വള്ളം അതേ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ അതിമനോഹരമായ ദൃശ്യമിരുന്ന് ഒരുങ്ങുകയാണ്. കൈതത്തോടില് ഇതാ സുന്ദരമായി കുറുപ്പുറമ്പനും ദാനിയേലും തമ്മിൽ ഈ കുഞ്ഞോളങ്ങൾക്ക് ഹരം പകർന്നുകൊണ്ട് കുഞ്ഞോളങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇതാ ഒന്നാം ട്രാക്കിലൂടെ കുറുപ്പുറമ്പൻ വള്ളപ്പാടുകളുടെ വ്യത്യാസത്തിൽ KBC കൊണ്ടാക്കൽ ബോർഡ് ക്ലബിന്റെ രഞ്ജു വർഗീസ് പുതുക്കരിയുടെ നേതൃത്വത്തില് മത്തായി കെ ആന്റണിയുടെ ലീഡൻസിയിൽ ഇതാ കുതിച്ച് വെള്ളത്തിലൂടെ പറന്നു പോവുകയാണ്. തൊട്ടു പിന്നാലെ 10 നമ്പർ വള്ളം ദാനിയേൽ അവരും ഫിനിഷിങ്ങിലൂടെ കടന്നു പോകുന്നു. അവരും ഫിനിഷിങ്ങിലേക്ക് ഫിനിഷ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും കടന്നു പോകുമ്പോൾ മനോഹരമായ ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ രണ്ടാം പാദ മത്സരം അവസാനിക്കുന്നു. ഇനി ബി ഗ്രേഡിന്റെ രണ്ടാം പാദ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കും.